വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ അവിടെ കുറച്ച് ജ്യൂസ് അടിക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തോലി എത്തിയിട്ടതാണ് ഇത്. പിന്നെ ഈ കിവിയും പഴവും കൂടി ജ്യൂസ് അടിക്കാം. അതുപോലെ ഇത് മുസമ്പി, ഇത് തോലി എത്തിയിട്ടതാണ് ഇത്. പിന്നെ ക്യാരറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ജ്യൂസ് അടിച്ചെടുക്കാം. അത് ആദ്യം നമുക്ക് ഈ കിവിയും പഴം വെച്ചിട്ടെടുക്കാം. കിവിയിലേക്ക് നമുക്കങ്ങ് പീസാക്കി ഇട്ടെടുക്കാം. ഒരു പഴം, ഇത് മൈസൂർ എന്താ പറയുക, ആണിപ്പൂവൻ പറയും ഇതിന്, പൂവൻ പഴമാണ്. അത് 2-3 മേടിച്ച് തോല് വെച്ചിട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തോല് വെച്ചിട്ട് കൊടുക്കാം നമുക്ക്. അതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ലതാട്ടോ. നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ പഴുത്ത് കിട്ടും. ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. മധുരം ആവശ്യമുള്ളെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതഴിച്ച് കൊടുക്കാം. അതുപോലെ ഇതിൽ ഈ മുസമ്പി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കത് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് ക്യാരറ്റും മുസമ്പി. വേണമെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. മധുരത്തിന് പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല, ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. മധുരം ഇട്ടിട്ടില്ല വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് നമ്മളെ കിവി പഴം, ഇതൊക്കെ മധുരമുള്ള സൈസ് തന്നെയാണ്. വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലൊക്കെ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.